കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നാണ് പറഞ്ഞത്. എല്ലാ നഫ്സും മരണത്തെ രുചിക്കുന്നതാണ്. ഇവിടെ നാം പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം, മരണം എല്ലാവർക്കും ഉള്ളതാണ്, മരണത്തിന്റെ രുചി എല്ലാവരും രുചിക്കും. എന്നാൽ ഹയാത്തിന്റെ രുചി ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാവരും മരിക്കുന്നതാണെന്ന് ആലോചിച്ചിട്ട് മരണത്തെക്കുറിച്ചാണ് കാര്യമായ ചിന്ത. എന്നാൽ ഹയാത്തിനെ കുറിച്ച്, യഥാർത്ഥ ജീവിതം അത് രുചിക്കേണ്ടത് എങ്ങനെയാണ്, അത് രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ, ഇതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ ഇവിടെ പടച്ച് അതിനു വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തത് മരിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥ ജീവിതം മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനങ്ങളൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു, നമുക്കറിയാലോ, ആത്മാവിന്റെ ഒരു തുടർച്ചയായിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അതിലുള്ള ഭാഗം മാത്രമാണ് ഇപ്പൊ ഈ ദുനിയാവിലുള്ള ജീവിതം, ഈ ശരീരത്തിലുള്ള ജീവിതം. ഇന്നിപ്പോ നമ്മളെപ്പോഴും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, കഠിനാധ്വാനം ചെയ്യുക. എന്തിനാ? നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി. നമുക്ക് നല്ലൊരു ജീവിതം വേണം, അതുപോലെ നമ്മളെ മക്കൾക്ക് നല്ലൊരു ജീവിതം വേണം, നമ്മുടെ കുടുംബത്തിന് നല്ലൊരു ജീവിതം വേണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യാണ്, എന്തിനാ? നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി. എന്നിട്ട് ആരും ജീവിക്കുന്നുണ്ടില്ലല്ലോ. ഇന്നത്തെ ഒരു ആവറേജ് ജീവിതം എന്ന് പറഞ്ഞാൽ 60-70. അതന്നെ ഇപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷന് കിട്ടുമോ എന്നറിയില്ല. ആ രീതിയിലാണ് ഇന്നത്തെ ഒരു കണ്ടീഷൻ ഉള്ളത്. ഇപ്പോൾ 60-70 വരെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ സ്കൂളിൽ ചേർത്തി കുട്ടികൾ ഇപ്പോൾ 5ാം ക്ലാസ് മുതൽ, അല്ലെങ്കിൽ പ്രീ ക്ലാസ്, പ്ലേ സ്കൂള്, പ്രീ സ്കൂളൊക്കെ ആയിട്ട് ഒരുപാട് ചെറിയ 2 വയസ്സ് മുതൽ തന്നെ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് അങ്ങനെ പഠിച്ച് എന്തിനാണ്? ഈ പഠനം കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഉദ്ദേശമൊന്നുമില്ല. നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു ജീവിതം ഉണ്ടാവണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് രാവിലെ ഒരു 5 മണി 6 മണി മുതൽ തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരെ മനുഷ്യൻ, ചെറിയ കുട്ടികൾ വരെ, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര അധ്വാനം തന്നെയാണ്. പിന്നെ ജോലി എടുക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഗൾഫിൽ നിന്നുള്ള ആളുകൾക്ക് പിന്നെ ജോലിയുടെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അധ്വാനിക്കുകയാണ്. ഇതെന്തിനാണ്? നന്നായി ജീവിക്കാൻ വേണ്ടിയാണെന്നാണ് നമ്മളെ മറുപടി. 60 കൊല്ലത്തെ ജീവിതമാണ് നമ്മൾ കാണണമെങ്കിൽ, 70 കൊല്ലത്തെ ജീവിതമാണ് കാണണമെങ്കിൽ, ഈ ഒരു 60-70 കൊല്ലത്തെ ജീവിതം ഇനിയിപ്പോ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് തന്നെ വെക്കുക. 60 കൊല്ലം സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് തന്നെ വെക്കുക. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത് സുബഹി മുതൽ ഇശ കഴിഞ്ഞ് രാത്രി 10 മണി 12 മണി അങ്ങോട്ടൊക്കെ അതുവരെ നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഈ ജീവിതത്തിൽ സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. അത് എത്ര കിട്ടുക? മാക്സിമം പോയ 60 അല്ലെങ്കിൽ 70. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഈ 60 കഴിഞ്ഞ് നമ്മൾ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു ജീവിതം നമുക്കുണ്ട്, ബർസഖിയായ ജീവിതം. അത് ഖിയാമത്ത് നാൾ വരെ ആ ഒരു ജീവിതം തുടരും. അത് എത്രയാണ് കാലം, എത്ര കൊല്ലാണ്? ഇപ്പൊ ഈ 60-70 കൊല്ലത്തിന്റെ കണക്ക് നമുക്ക് ഇവിടെ ഉണ്ട്, സുഖമായിട്ട് ജീവിക്കാനും അധ്വാനിക്കാനൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ബർസഖിയായ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ ഒരു ജീവിതം നമുക്ക് അവിടെ നല്ലൊരു ജീവിതം കിട്ടാന് നമ്മളിപ്പോ ഈ പറഞ്ഞ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ എത്ര സമയമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. 60 കൊല്ലം ജീവിക്കാൻ, അല്ലെങ്കിൽ കുറഞ്ഞ കാലം ജീവിക്കാൻ വേണ്ടി ഇത്രയും സമയം നമ്മൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ജീവിതത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനിയിപ്പോ ആ ഖിയാമത്ത് നാൾ കഴിഞ്ഞ് പിന്നെ ഹിസാബ് കിതാബ് ഉണ്ടെങ്കിൽ അതങ്ങനെ, അതിനുശേഷം പിന്നെ അങ്ങോട്ടും തിരിച്ച് പിന്നീടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കാലാകാലത്തെ ജീവിതം, എന്നേക്കുമായിട്ട് ജീവിക്കാനുള്ള ജീവിതം. അന്ന് സുഖമായിട്ട് ജീവിക്കാൻ 60 കൊല്ലം ജീവിക്കാൻ വേണ്ടി നമ്മൾ 6 മണി മുതൽ 10 മണി വരെ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കൊല്ലം, ഒരു കണക്കില്ലാത്ത കൊല്ലത്തോളം ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് അധ്വാനിക്കുന്നത്?